ഒരു നേതാവ് എന്നതിനപ്പുറം പ്രത്യാശയുടെയും പുരോഗതിയുടെയും പ്രതീകമായിരുന്നു ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി. ഇന്ന് അദ്ദേഹത്തിൻ്റെ 33ാം ചരമവാർഷിക ദിനമാണ്. ശ്രീപെരുമ്പതൂറിൽ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ ഇന്ത്യയെക്കുറിച്ച് ഇത്രയധികം സ്വപ്നം കണ്ട മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. നമ്മുടെ ഇന്ത്യയിലൊരു ടെലികോം വിപ്ലവം കൊണ്ടുവന്നതിൽ ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ വലിയൊരു വിപ്ലവത്തിൻ്റെ നാന്ദിയായി പ്രവർത്തിച്ച പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. സത്യം പറഞ്ഞാൽ ഈ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ആ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നെപ്പോലെ ഉറങ്ങാതിരുന്ന എത്രയോ ആളുകൾ. കാര്യം ഇന്ത്യയുടെ വികസനത്തിൻ്റെ മുഖമായിരുന്നു രാജീവ് ഗാന്ധി. സമാധാനം, മതനിരപേക്ഷത, സാമൂഹിക നീതി, ഇങ്ങനെ പുതിയ കാലം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ചിന്തകളിലും വ്യാപൃതനായിരുന്നു രാജീവ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഈ ചരമവാർഷിക ദിനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞേ പറ്റൂ. അഞ്ചു വർഷക്കാലം എന്നത് ഒരു രാഷ്ട്രത്തിന്റെ പരിണാമപാതയിൽ ചെറിയൊരു കാലയളവായിരിക്കാം. പക്ഷേ 5 വർഷം കൊണ്ട് ഇന്ത്യയെ 21ാം നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിവർത്തന സംരംഭങ്ങളാൽ അടയാളപ്പെടുത്തിയതായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ കാലം. രാഷ്ട്രീയത്തോട് വിമുഖത പ്രകടിപ്പിച്ചിരുന്ന പൈലറ്റായി ആകാശത്ത് പറന്നു നടക്കാൻ കൊതിച്ച രാജീവ് ഗാന്ധിയെ മാതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധമാണ് പ്രധാനമന്ത്രി പദത്തിലെത്തിച്ചത്. അവിചാരിതമായി രാഷ്ട്രീയക്കാരനാകേണ്ടി വന്ന രാജീവ് പക്ഷേ പരമ്പരാഗത രാഷ്ട്രീയ മാതൃകകൾ തച്ചുടച്ചു. ഇന്ത്യയെക്കുറിച്ചുള്ള രാജീവ് ഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ അതിരുകൾക്കപ്പുറത്തേക്ക് പടർന്നു. ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുന്നതിലും അയൽ രാജ്യങ്ങളുമായും ആഗോള ശക്തികളുമായും ബന്ധം വളർത്തിയെടുക്കുന്നതിലും നിർണായക പങ്കാണ് രാജീവ് വഹിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചതായിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലം. സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാമെന്നും എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള വികസനം എങ്ങനെ സാധ്യമാക്കാനാകുമെന്നും ചിന്തിച്ച ദീർഘദൃഷ്ടിയായ നേതാവ്. ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ജവഹർ നവോദയ വിദ്യാലയങ്ങൾ നവതലമുറയെ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യ-US ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഭാവി സഹകരണത്തിന് അടിത്തറയിട്ടു. ബോഫോഴ്സ് അഴിമതി രാജീവ് ഗാന്ധിയുടെ പ്രശസ്തിയിൽ വിള്ളൽ വീഴ്ത്തിയെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറം രാജീവിന്റെ വ്യക്തിത്വവും ഊഷ്മളമായ ഇടപെടലുകളും അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. 1991 മെയ് 21 LTTE ഭീകരർ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയെങ്കിലും തലമുറകളെ പ്രചോദിപ്പിച്ച് അദ്ദേഹത്തിന്റെ പൈതൃകം 33 വർഷങ്ങൾക്കു ശേഷവും നിലനിൽക്കുന്നു. റിസർച്ച് ഡെസ്ക് 24. രാജീവ് ഗാന്ധി LTT ഭീകരവാദികൾ കൊലപ്പെടുത്തിയ ദിവസമാണ് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ശ്രീപെരുമ്പതൂരിൽ ശരിക്കും ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചതിന് ശേഷം ബോംബായി പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ് അവിടെ തകർന്ന് തരിപ്പണമായി പോയത്. ധനു എന്ന ആ പെൺകുട്ടി സ്വയം തീഗോളമായി മാറുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്നേക്കുമായി അവസാനിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മിക്കണം. യഥാർത്ഥത്തിൽ ഞാൻ പ്രേക്ഷകരുടെ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. മേജർ രവി എനിക്കൊരിക്കൽ, അദ്ദേഹം ഇതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്ന ആളാണ്, ഈ ഭീകരവാദികളെയും കുറ്റവാളികളെയും കണ്ടുപിടിക്കാൻ. അദ്ദേഹം ശ്രീലങ്കയൊക്കെ സന്ദർശിച്ചിരുന്നു ഈ സമയത്ത്. അദ്ദേഹം ഞാൻ ഏഷ്യാനെറ്റ് ജോലി ചെയ്യുമ്പോൾ അവരന്വേഷണത്തിൻ്റെ ഇടയിൽ കണ്ടെത്തിയ ചില ദൃശ്യങ്ങളടങ്ങിയ ഒരു കാസറ്റ് തന്നിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ സ്ഫോടനവും ശ്രീപെരുമ്പതൂരിലെ എക്സ്പ്ലോഷനും LTT നമ്മളെ പറ്റിച്ചതും അതുപോലെ അവിടുത്തെ ശ്രീലങ്കൻ സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് പറ്റിച്ചതും ഒക്കെ പറയുന്ന ഒരു കാസറ്റായിരുന്നു അത്. ഞാൻ ഒരു ദിവസം രാത്രി 1 മണി കഴിഞ്ഞ് ആണ് ഈ കാസറ്റ് കാണുന്നത്. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു. ആ രാത്രി എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. കാരണം തീഗോളമായി രാജീവ് ഗാന്ധി ഇല്ലാതാകുന്ന ഒരു നിമിഷം എന്നും അതൊരു തീഗോളം പോലെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. എന്നും എല്ലാവരുടെയും മനസ്സിൽ രാജീവ് ഗാന്ധി ഒരു കത്തുന്ന പന്തം പോലെയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.